15-ാം തീയതി മുതൽ സൗജന്യ യാത്ര അനുവദിച്ചിരിക്കുകയാണ്. ഇത് സംബന്ധിച്ച് വലിയൊരു പത്രസമ്മേളനം തന്നെ നമ്മുടെ മുഖ്യമന്ത്രി നടത്തുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. സന്തോഷമുള്ള കാര്യമാണ്. അദ്ദേഹം പത്രസമ്മേളനത്തിൽ പറയുന്നത് കേട്ടാണ്, ഒരുപാട് സ്ത്രീകളാണ്, സാധാരണക്കാരായ സ്ത്രീകൾക്ക് ഉപകാരം ഉണ്ടാകുന്ന ഒരു കാര്യമാണ്. അപ്പോൾ നിങ്ങൾ ഇതിൽ മറ്റുള്ള കാര്യങ്ങളൊന്നും കുത്തിക്കയറ്റി കാണിക്കരുത് എന്നുള്ളൊരു കാര്യം കൂടി അദ്ദേഹം പറയുന്നത് കേട്ടോ. എങ്ങനെയാണ് സാർ ഇതിനെ വിലയിരുത്തുന്നത്? നല്ലതാണോ, അതോ ഇതിൽ മറ്റെന്തെങ്കിലും ഒരു ഉടായ്പുണ്ടോ? എന്താണ് സംഭവം? അല്ല, ഇതിൻ്റെ നല്ല വശമുണ്ട്, ചീത്ത വശങ്ങളൊക്കെ ഉണ്ട്. അത് രണ്ടും ഇവിടെ ഡിസ്കസ് ചെയ്യപ്പെടണം എന്നുള്ളതാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതിൽ ഒന്നാമത്തെ നല്ല കാര്യം എന്ന് പറഞ്ഞാൽ സാധാരണ ഒരു സ്ത്രീകളുടെ മൊബിലിറ്റി കൂടുതലായി വർദ്ധിക്കും എന്നുള്ളതാണ്. പക്ഷേ ഇത് നടത്തുന്നതിന് മുമ്പ് യഥാർത്ഥത്തിൽ കേരളത്തിൽ ഇതിൻ്റെ ആവശ്യമുണ്ടോ അല്ലെങ്കിൽ ആവശ്യമില്ലേ എന്നുള്ള ഒരു പഠനവും നടത്തിയിട്ടില്ല. പകരം ഇതിൻ്റെ പിന്നിലുള്ള തന്ത്രം എന്ന് പറഞ്ഞാൽ വോട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ആളുകൾക്ക് ഗംഭീരമായി തോന്നുന്ന ഒരു ഓഫർ അങ്ങോട്ട് തെലുങ്കാനയിലും കർണാടകത്തിലൊക്കെ അവതരിപ്പിച്ചത് നേരെ അവിടെ നിന്ന് കട്ട് ആൻഡ് പേസ്റ്റ് ചെയ്ത് ഇവിടെ കൊണ്ടുവന്ന് അവതരിപ്പിക്കുകയാണ് ചെയ്തേക്കണം. അല്ലാതെ ഇതിനകത്ത് വേറെ വലിയ കഥയൊന്നുമില്ല. ഇപ്പം ഈ സംഭവം നടപ്പിലാക്കുമ്പോൾ വലിയ തോതിലുള്ള ഒരു അനൗചിത്യം അതിനകത്തുണ്ട്. അത് പറയാതിരിക്കാൻ പറ്റില്ല. അപ്പോൾ ആളുകൾ പറയുന്ന പോപ്പുലിസ്റ്റ് ആയിട്ടുള്ള അഭിപ്രായം കൊള്ളാം, ഗംഭീരമാണ് എന്നൊക്കെ പറയും. ശരിയാണ്, സ്ത്രീകളുടെ ഒരു മൊബിലിറ്റി വർദ്ധിക്കും, അവർ കൂടുതലായിട്ട് പുറത്തിറങ്ങുമ്പോൾ അവർക്കെതിരെയുള്ള അക്രമങ്ങൾ വർദ്ധിക്കും എന്നൊക്കെ പറയുന്ന വാദങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ഇതെല്ലാം ശരിയാണ് എന്ന് പറയുമ്പോൾ പോലും ഇതെല്ലാം അങ്ങനെ മൊബിലിറ്റി ഇല്ലാത്ത സ്ത്രീകൾക്കോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആളുകൾക്കോ മാത്രമായി ഇത് പരിമിതപ്പെടുത്തുന്നതിന് പകരം ഇപ്പോൾ 1.5 ലക്ഷം രൂപ മേടിക്കുന്ന UGC സ്കെയിൽ സാലറി മേടിക്കുന്ന ഒരാൾക്കും ഇത് ഫ്രീ ആയിട്ട് കിട്ടുകയാണ്. ഒരു 1 ലക്ഷം രൂപ 2 ലക്ഷം രൂപ മേടിക്കുന്ന ബാങ്കിൽ അസിസ്റ്റന്റ് ജനറൽ മാനേജർക്കും ഇത് ഫ്രീ ആയിട്ട് കിട്ടുകയാണ്. അറ്റ് ദ സെയിം ടൈം 1000 രൂപക്കോ അല്ലെങ്കിൽ 150 രൂപക്കോ 250 രൂപക്കോ ഒക്കെ പെർ ഡേ ജോലിക്ക് പോകുന്ന സ്ത്രീകളുണ്ട്. ഉദാഹരണത്തിന് ഇപ്പോൾ നമുക്കറിയാമോ, പല ടെക്സ്റ്റൈൽ ഷോപ്പുകളിലൊക്കെ ജോലിക്ക് നിൽക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ അവരെ പോലെയുള്ള ആളുകൾക്കൊക്കെ ഇത് ഫ്രീ ആയിട്ട് കിട്ടുകയാണ്. അതങ്ങനെ ഫ്രീ ആയിട്ട് ഇത് കൊടുക്കേണ്ടതുണ്ടോ എന്ന് പറയുന്ന ഒരു പ്രശ്നം യഥാർത്ഥത്തിലുണ്ട്. നമ്മൾ അർഹതപ്പെട്ടവർക്ക് കൊടുക്കുക എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്, അത് ചെയ്തിട്ടില്ല. ഒന്ന്. രണ്ടാമത് ഇതിൻ്റെ ഏറ്റവും വലിയ ന്യൂനത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് തിരുവനന്തപുരത്ത് വലിയ ഗുണകരമാണ്. കാരണം തിരുവനന്തപുരത്താണ് ഏറ്റവും കൂടുതൽ, ഞാനിപ്പോൾ അതിൻ്റെ കണക്കുകളിലേക്കൊന്നും പോകുന്നില്ല, തിരുവനന്തപുരത്ത് ഏറ്റവും കൂടുതൽ സർവീസ് ഉണ്ട്. അത് കഴിഞ്ഞാൽ കൊല്ലത്തുണ്ട്, അത് കഴിഞ്ഞാൽ ഏതാണ്ട് നമുക്കിപ്പോൾ എറണാകുളം വരെയൊക്കെ ഇതിൻ്റെ സർവീസ് ഉണ്ടെന്ന് പറയാം. പക്ഷെ എറണാകുളത്ത് പോലും നിങ്ങൾ അറിയേണ്ടത് മിക്കവാറും ആളുകൾ KSRTC ബസ്സിൽ കയറാറില്ല. ശ്രദ്ധിച്ചൊക്കെയുണ്ട്, KSRTC ബസ്സിൽ ആളുകൾ കയറാറില്ല. ആളുകൾ ഡിപ്പെൻഡ് ചെയ്ത് മുഴുവൻ പ്രൈവറ്റ് മേഖലയാണ്. അപ്പോൾ ആ പ്രൈവറ്റ് മേഖലയെ ഡിപ്പെൻഡ് ചെയ്യുന്നു. ഇനി ഇവിടെ നിന്ന് നേരെ മലബാർ വടക്കൻ കേരളത്തിലേക്ക് എടുത്തിട്ടുണ്ടെങ്കിൽ എന്ത് സംഭവം? അവിടെ ഏതാണ്ട് ഇപ്പോൾ മലപ്പുറത്ത് കണക്കെടുത്തിട്ടുണ്ടെങ്കിൽ 22 ബസ്സുകളാണ് ആകെ ഈ ഓർഡിനറി. അപ്പൊ അവിടെയുള്ളവർക്ക് ഇതിന്റെ പ്രയോജനം കിട്ടില്ല. സോഷ്യൽ മീഡിയയിൽ കണ്ട ഒരു കമന്റും അങ്ങനെ തന്നെയാണ്. വടക്കൻ ജില്ലകളിലേക്ക് വന്നു കഴിഞ്ഞാൽ അതൊന്നും ഇല്ലല്ലോ. വടക്കൻ ജില്ലകളിലേക്ക് അതില്ല. അപ്പൊ അതില്ലാത്തപ്പോ എന്ത് ചെയ്യണം? അവിടെ ഓർഡിനറി എല്ലാ സൂപ്പർ ഫാസ്റ്റുകളെല്ലാം ഫ്രീ ആക്കി കൊടുക്കേണ്ടതാണ്. അങ്ങനെ ഫ്രീ ആക്കി കൊടുത്തിട്ടില്ല. അപ്പൊ അത്തരത്തിൽ ഇത് വളരെ ഒരു നമ്മളിപ്പോൾ ഒരു കേരളത്തിൽ ആവശ്യമുള്ള ഒന്നാമത് ഇത് കേരളത്തിൽ വളരെ അത്യാവശ്യമുള്ള ഒരു സോഷ്യൽ റിഫോമാണോ പരിഷ്കരണമാണോ എന്നൊക്കെ ചോദിച്ചാൽ ആ കാര്യത്തിലേക്ക് സംശയമുണ്ട്. ഓക്കെ, മറ്റു പല സ്ഥലങ്ങളിലും ഇപ്പോൾ തെലങ്കാനയിലോ അല്ലെങ്കിൽ മറ്റു പല സ്ഥലങ്ങളിലൊക്കെ ഇത് ആവശ്യമാണ്. കാരണം സ്ത്രീകൾ പലപ്പോഴും യാത്ര ചെയ്യാൻ മടിക്കുന്ന അവരുടെ കയ്യിൽ പണമില്ലാഞ്ഞിട്ടൊക്കെ തന്നെയാണ്. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ തന്നെ ഫ്രീ ആയി കൊടുക്കേണ്ടതാണ്. ഇനി ഇതുകൊണ്ട് അടുത്തത് എന്ത് സംഭവിക്കുമെന്നറിയും. അടുത്തത് സംഭവിക്കാനുള്ളൊരു കാര്യം, കേരളത്തിൽ ഏതാണ്ട് 12,500ഓളം ബസ്സുകളുണ്ട്. ഈ 12,500 ബസ്സുകളിൽ 9,200 ബസ്സുകളും പ്രൈവറ്റ് മേഖലയിലാണ് സർവീസ് നടത്തുന്നത്. ഇപ്പോൾ KSRTC കണക്കൊക്കെ തെറ്റാണ് കേട്ടോ. ബാക്കി കട്ടപ്പുറത്തേക്കുന്ന ബസ്സാക്കി കൂടി കൂട്ടി ഇന്നോ നാളെ സർവീസ് നടത്തുന്നുള്ള ബസ്സാക്കി കൂടി കൂട്ടിയിട്ടാണ് ഈ കണക്കുള്ളത്. അപ്പോൾ അതുപോട്ടെ ഒരു 3,000-3,300 ബസ്സുകളാണ് KSRTC സർവീസ് എടുത്തത്. ബാക്കി 9,000 ബസ്സുകളുണ്ട്. ഈ 9,000 ബസ്സുകൾ ഇതെങ്ങനെ ബാധിക്കും? ഈ 9,000 ബസ്സുകൾ എന്ന് പറഞ്ഞാൽ ഏതാണ്ട് 30,000-36,000 വരുന്ന ജീവനക്കാരുണ്ട്. അവരെങ്ങനെ ഇത് ബാധിക്കും? ഇപ്പം തന്നെ പ്രൈവറ്റ് ബസ് വലിയ നഷ്ടത്തിലാണ്. കാരണം വലിയ ടാക്സ് മേടിച്ച് കൊടുക്കുന്നുണ്ട്, ബാക്കിയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ അതെല്ലാം കൊണ്ട് തന്നെ അവർ വലിയ നഷ്ടത്തിലായിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്ക് ഇതെങ്ങനെ നടത്തും? അപ്പോൾ ഇതെല്ലാം ഒരു ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പോപ്പുലിസ്റ്റ് പോളിസികളുടെ ഭാഗമായിട്ട് വെറുതെ കൂട് കൊടുത്തേക്കുന്ന ഒരു കാര്യമാണ് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം ഇത് ശരിയാണ്, കേൾക്കുമ്പോൾ പെട്ടെന്ന് ഒരാൾക്ക് വലിയ സന്തോഷം. ഈ സ്ത്രീപക്ഷ ചിന്തകരൊക്കെ ഇതിനെ വലിയ സംഭവമായിട്ട് കാണിക്കുന്നുണ്ട്. സത്യത്തിൽ ഇത് കേട്ടപ്പോൾ എനിക്കും തോന്നിയത് ഇതിന്റെ ആയിരുന്നു ആവശ്യം, അതല്ലെങ്കിൽ ഇത് മറ്റേതെങ്കിലും ഒരു തരത്തിൽ സ്ത്രീകൾക്ക് ഗുണകരമാകുന്ന ഒരു കാര്യത്തിൽ. ഞാൻ പ്രജിതോട് ചോദിക്കുന്നത്, ഇപ്പൊ എറണാകുളം ജില്ലയിൽ ഇരുന്ന് കേൾക്കുന്ന ആളുകൾ എത്ര പേര് KSRTC ബസ്സിൽ യാത്ര ചെയ്യുന്നവരുണ്ട്? ചുരുക്കമാണ്, വളരെ ചുരുക്കമാണ്. 10% പോലും ആളുകൾ KSRTC ബസ്സിൽ യാത്ര ചെയ്യുന്നവർ ഇല്ല.
അപ്പൊ ഒന്ന് ഇത് KSRTC ബസ്സുകളിൽ യാത്ര ചെയ്യുന്ന ആളുകൾ ഇതിനകത്തില്ല. ഇനി രണ്ടാമത്തെ കാര്യം, സ്ത്രീകൾ കുറെ കൂടി കൂടുതലായിട്ട് KSRTC ബസ്സുകളിൽ യാത്ര ചെയ്യാൻ തുടങ്ങുന്നത് സത്യമാണ്. അപ്പൊ അതിലുണ്ടായിരുന്ന സാധാരണക്കാരായിട്ടുള്ള ഡെയിലി യാത്ര ചെയ്തുകൊണ്ടിരുന്ന മനുഷ്യരോട് പോകുമ്പോൾ അവർ പ്രൈവറ്റ് ബസ്സുകളിലേക്ക് മാറും. ഇനി പ്രൈവറ്റ് ബസ് വ്യവസായത്തെ തന്നെ ഇത് വലിയ തോതിൽ ബാധിക്കാൻ പോകുന്നൊരു കാര്യമാണ്. അപ്പൊ അങ്ങനെ ബാധിക്കാൻ പോകുന്നൊരു കാര്യമായതുകൊണ്ട് തന്നെ ഇത് അവരുടെ വയറ്റത്തടിക്കാൻ പോകുന്നു. ഇപ്പൊ പണ്ടൊക്കെ എന്ന് പറഞ്ഞ ഒരു ബസ് 40 ബസ്സൊക്കെയുള്ള മുതലാളിമാരുണ്ടായിരുന്നു. എറണാകുളത്ത് എനിക്കൊക്കെ അറിയാവുന്ന വലിയ ആളുകൾ, പാപ്പാളി എന്നൊക്കെ പറഞ്ഞ ബസ് ആയിരുന്നു. പക്ഷെ ഇപ്പോൾ അവരുടെ കയ്യിലേക്ക് പോലും 2-3 ബസ്സുകൾ, 4-5 ബസ്സുകളാണ് ഉള്ളത്. അല്ലെങ്കിൽ ഒരു 4-5 ബസ്സുകൾ മിക്കവാറും 3-4 ആളുകൾ കൂടി ഷെയർ ഇട്ട് ഒരു ബസ് എടുത്ത് ബിസിനസ് തുടങ്ങിയിരിക്കുന്ന ആളുകളാണ്. അവരുടെയൊക്കെ വയറ്റത്തടിക്കുന്ന ഒരു തീരുമാനമാണിത്. ഇത് എന്താണ് ഇവർ ഇതുകൊണ്ട് ഉദ്ദേശിച്ചത് എന്ന് ചോദിച്ചാൽ ഒരു പോപ്പുലിസ്റ്റ് ആയിട്ടുള്ള ഒരു പ്രഖ്യാപനം നടന്നു. ഇനി ആ പ്രഖ്യാപനത്തിൽ തന്നെ വലിയ പൊള്ളത്തരമുണ്ട്. ആ പൊള്ളത്തരം എന്താണെന്നറിയാമോ? ആ പ്രഖ്യാപനത്തിലെ പൊള്ളത്തരം എന്താണെന്ന് വെച്ചാൽ, ഒന്ന്, ഇവർ ഏറ്റവും ആദ്യമേ തന്നെ പറഞ്ഞത് 5 പരിപാടികൾ നടപ്പിലാക്കാൻ പോകുന്നു. 5 പരിപാടികളിൽ ഒന്ന് സ്ത്രീകൾക്ക് മറ്റേ വൈക്കത്തമ്പലത്തിലോ അല്ലെങ്കിൽ ഇപ്പോൾ ശ്രീപത്മനാഭ സ്വാമി ക്ഷേത്രത്തിലോ അല്ലെങ്കിൽ കണ്ണൂരിൽ മുത്തപ്പൻ അമ്പലത്തിലോ ഒക്കെ ഇതും കൊണ്ട് പോകാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പം ഇത് അത്തരത്തിൽ അങ്ങനെ പോകണം എന്ന് കേൾക്കുമ്പോൾ കേരളത്തിൽ ആർക്കും തന്നെ എതിർക്കാൻ പറ്റാത്തൊരു പ്രതിഭാസമായി മാറിയിട്ടുണ്ട്. സത്യത്തിൽ പ്രചോദനം ഒന്ന് ആലോചിച്ച് നോക്കുക. അങ്ങനെ ഒരാൾക്ക് ഒരു അമ്പല ദർശനം നടത്തണമെങ്കിൽ ഇത്തരത്തിൽ ഫ്രീ ആയിട്ട് കൊടുക്കേണ്ട ആവശ്യം ഇല്ല. കാരണം അത് അവർ ആവശ്യമുണ്ടെങ്കിൽ അവർക്ക് പോകേണ്ട ഒരു കാര്യമാണ്. അതേസമയം ഡെയിലി ജോലിക്ക് പോകുന്ന ആളുകൾക്കാണ് ഇത് ആവശ്യമായിട്ടുള്ളത്. ഇനി ഇപ്പം തന്നെ പറഞ്ഞേക്കണം എന്താ, ഓർഡിനറി ബസ്സുകളിൽ മാത്രമാണ് ഫ്രീ. ഇവർ നേരത്തെ അങ്ങനെയല്ല പറഞ്ഞുകൊണ്ടിരുന്നത്. ഇവർ നേരത്തെ പറഞ്ഞുകൊണ്ടിരുന്നത് മുത്തപ്പൻ്റെ അമ്പലത്തിൽ പോകാം, ബാക്കിയുള്ള പള്ളിയിൽ പോകാം, നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും പോകാമെന്നാണ്. അപ്പം അങ്ങനെയാണെങ്കിൽ ഓർഡിനറിയും ലോങ്ങും ഫാസ്റ്റ് പാസഞ്ചറും സൂപ്പർ ഫാസ്റ്റ് ബസ്സുകളിലും ഒക്കെ തന്നെ ഫ്രീ ആയി കൊടുക്കണം. ആദ്യഘട്ടമായിട്ടാണ് ഓർഡിനറി ബസ്സിൽ കൊടുക്കുന്നത്. ഒരു 100 ദിവസത്തെ ഇതിന് ശേഷം പരിശോധിച്ച് ബാക്കി മാറ്റം. ഇതിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ 800 കോടി രൂപയാണ് ഇതിന്റെ നഷ്ടമായിട്ട് ഇവർ കണക്കൂട്ടുന്നത്. യഥാർത്ഥത്തിൽ ഞാൻ വിചാരിക്കുന്നത് ഇതിന്റെ ദൂരവ്യാപക പ്രത്യാഘാതം ഉണ്ടാക്കുന്ന ഒരു കാര്യമായിരിക്കും ഇത്. 800-850 കോടിയോ 1000-1500 കോടിയോ ഒക്കെ നഷ്ടം വരുന്ന ഒരു പരിപാടിയാണ് ഒന്ന്. അതിന് ആയിക്കോട്ടെ, ഗവൺമെന്റ് കൊടുക്കാം എന്ന് വിചാരിച്ചാൽ KSRTCക്ക് വലിയ കുഴപ്പമില്ല. പക്ഷെ രണ്ടാമത്തെ ഏറ്റവും വലിയ പ്രശ്നം എന്താ പറയുക, രണ്ടാമത്തെ ഏറ്റവും വലിയ പ്രശ്നം ഈ പ്രൈവറ്റ് ബസ് വ്യവസായത്തെ ഇത് വളരെ പ്രതികൂലമായി ബാധിക്കുകയും ആ ബസ്സിന്റെ നമ്പർ കുറയുകയും ചെയ്താൽ നിങ്ങളിത് എവിടെ ചെന്ന് നിൽക്കൂ, ഇത് എവിടെ ചെന്ന് പറയും. അപ്പം അതുകൊണ്ട് ഈ വെറുതെ വായി തോന്നിയ കാര്യങ്ങളൊക്കെ അങ്ങോട്ട് പ്രഖ്യാപിക്കുമ്പോഴേക്കും നമ്മൾ ശരിക്കും വന്നിരുന്നൊന്ന് വർക്ക് ചെയ്യണം. ആ വർക്ക് ചെയ്തിട്ടില്ല എന്നുള്ളതിൻ്റെ ഏറ്റവും ഒന്നാമത്തെ ഉദാഹരണമാണ് ഇന്നലെ മുഖ്യമന്ത്രി പറയുന്നത്. നമുക്ക് പുള്ളി ഒന്നാമത്തെ മുഖ്യമന്ത്രി ആയി എന്നുള്ളത് പുള്ളിക്ക് ബോധ്യപ്പെട്ടിട്ടില്ല. പുള്ളി പറഞ്ഞ മുഖ്യമന്ത്രി പിണറായി വിജയനാണ്. അപ്പോൾ അതുകൊണ്ടേ അപ്പോൾ അതിൻ്റെ രണ്ടാമത്തെ കേസ് പുള്ളി മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇപ്പോൾ ഇത് പഠിക്കാതെയാണ് അവർ പ്രഖ്യാപിച്ചത്. ഇവർ പറയുന്ന ആദ്യഘട്ടം ഇതാണ്, അതിനുശേഷം ഞങ്ങളെ പഠിച്ചിട്ട് വേണ്ട വിശദാംശങ്ങൾ അടങ്ങിയ കാര്യം എടുക്കാമെന്നാണ് ഇവർ പറയുന്നത്. അപ്പോൾ ഇവർ ആദ്യം ഇത് പഠിക്കാതെയാണ് പ്രഖ്യാപിച്ചതെന്ന് സമ്മതിച്ചാൽ മതി, വേറെ കുഴപ്പമൊന്നുമില്ല. പിന്നെ വളരെ കേരളത്തിലുള്ള സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം നേരത്തെ പറഞ്ഞ ബെനിഫിറ്റ്സ് ഒക്കെ ഉണ്ട്. എന്ന് പറഞ്ഞാൽ അവരുടെ മൊബിലിറ്റി വർദ്ധിക്കും, അവരുടെ വിസിബിലിറ്റി വർദ്ധിക്കും. അതിപ്പോൾ സ്വാഭാവികമായിട്ടും പുറത്തേക്ക് ഇറങ്ങുമ്പോഴേക്കും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് അവരുടെ ഒരു യാത്ര ചെയ്യാനുള്ള സൗകര്യം വെച്ചാൽ അവർക്കെതിരെയുള്ള ആക്രമണങ്ങൾ കുറയും. കാരണം സ്ത്രീകളുടെ നമ്പർ കുറേ കൂടി സമൂഹത്തിൽ കൂടുതലാകുമ്പോൾ, പബ്ലിക് പ്ലേസുകളിൽ കൂടുതലാകുമ്പോൾ. പക്ഷേ ഇത് അങ്ങനെ ആകണമെങ്കിൽ, ഇതിൻ്റെ പർപ്പസ് ഫില്ല് ചെയ്യണമെങ്കിൽ നിങ്ങൾ അറിയേണ്ടത് ഇത് എവിടെയാണ് ഏറ്റവും കൂടുതൽ വേണ്ടത്. തിരുവനന്തപുരത്ത് മാത്രം മതിയോ, കൊല്ലത്ത് മാത്രം മതിയോ? അല്ല, നിങ്ങൾ മലബാറിലേക്ക് കൂടി ചെയ്യണം. അപ്പോൾ അത് ഒക്കെ ഭാവിയിലേക്ക് ചെയ്യുമായിരിക്കും. ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. ഡെപ്യൂട്ടി സെഷനോ ഗവൺമെൻറ്റോ ഒക്കെ പുതിയതായിട്ട് ചെയ്യുമായിരിക്കും. പക്ഷെ ചെയ്യുമ്പോഴേക്കും ഇതിൻ്റെ അടുത്ത പ്രശ്നത്തെ കൂടി ഇവർ അഡ്രസ്സ് ചെയ്യണം. കാരണം പ്രൈവറ്റ് മേഖല എന്ത് ചെയ്യും എന്നുള്ളത് കൂടി പറയണം. അപ്പം അത്തരത്തിൽ ഒരു പ്രൈവറ്റ് മേഖല, അപ്പം ചില ആളുകൾ ചോദിക്കുന്ന വാദമുണ്ട്, അത് കേട്ടിട്ടാണ് എനിക്ക് ഇന്നലെ ചിരി വന്നത്. അപ്പോൾ മറ്റേ പ്രൈവറ്റ് മേഖല ഈ തിരുവനന്തപുരത്തും അതുപോലെ തന്നെ മലപ്പുറത്തും ഒക്കെ ആയിട്ടുള്ള വ്യത്യാസമുണ്ടായത് കഴിഞ്ഞ 10 കൊല്ലം കൊണ്ടല്ലേ എന്നാണ്. കഴിഞ്ഞ 10 കൊല്ലം കൊണ്ടല്ല, 1960-കളിൽ 65-ൽ ഈ പറഞ്ഞ KSRTC വന്നത് മുതൽ ഇത്തരത്തിലുള്ള വ്യത്യാസമുണ്ട്. പക്ഷെ ആ വ്യത്യാസമുള്ളതിനെ പരിഗണിക്കേണ്ട ആവശ്യമില്ലായിരുന്നു. കാരണം എന്താ, പ്രൈവറ്റ് മേഖലയിലും ഗവൺമെൻറ് മേഖലയിലും ഒരേ റേറ്റ് ആയിരുന്നു. ഇപ്പം അതല്ല സിറ്റുവേഷൻ. ഇപ്പം ഗവൺമെൻറ് മേഖലയിൽ ഒരു റേറ്റും ഇല്ല, ഒരു കാശും കൊടുക്കണ്ട. പക്ഷെ പ്രൈവറ്റ് മേഖലയിൽ കാശ് കൊടുക്കണം. അതാണ് പ്രശ്നം. അപ്പം ഇപ്പം 8:10 ഒരു വണ്ടി ഇവിടെ നിന്ന് KSRTC ഉണ്ട് എന്ന് പറഞ്ഞാൽ സാധാരണ 8:20 പോയിക്കൊണ്ടിരിക്കുന്ന ഒരാൾ പോലും അന്ന് 8:10 പോയേക്കാന്ന് വിചാരിക്കും. പിന്നെ ഇതിൻ്റെ എല്ലാറ്റിൻ്റെ പിന്നിലുള്ളത് എന്താണെന്നറിയാമോ? അതും കൂടി പറയാതെ ഇത് പൂർണ്ണമല്ല. എല്ലാത്തിൻ്റെ പിന്നിലുള്ളത് സത്യം പറഞ്ഞാൽ നമ്മുടെ കാശെടുത്ത് വോട്ട് മേടിക്കുന്ന പണിയാണ്. മനസ്സിലായി? അതാണ് ഇതിൻ്റെ പിന്നിലുള്ള കാര്യം. ശരിക്കും പറഞ്ഞാൽ
നമ്മളെ കണ്ണിൽ പൊടിയിടുന്ന പരിപാടികളാണ് ഈ ഫ്രീ ബീസ് എന്ന് പറയുന്നതിൻ്റെ പരിപാടി. ഒന്നാമത്തെ കാര്യം അത് മഹാഭൂരിപക്ഷം ഞാൻ പറഞ്ഞ ചില കാര്യങ്ങളും ചെയ്യേണ്ടതാണ്. പക്ഷെ അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ ഇപ്പോൾ KSRTC നമ്മൾ നിലനിർത്തണ്ടേ എന്ന് ചോദിച്ചുകൊണ്ട് കോടിക്കണക്കിന് രൂപയുടെ അഴിമതി അതിനകത്ത് നടത്തുകയും ഞാൻ ഒരു തവണ ചർച്ച ചെയ്തപ്പോൾ 8 കൊല്ലത്തേക്കുള്ള ഹോൺ മേടിച്ചിട്ടാണ്. എന്തൊരു അത്യാവശ്യം എന്നറിയാമോ? ഇനി ഹോൺ കിട്ടിയില്ലെങ്കിൽ അത് ഹോൺ കിട്ടാത്ത സാധനമുള്ളൂ. ആ ഹോണിന് എന്തൊക്കെ വ്യത്യാസങ്ങൾ വരാം, എന്തൊക്കെ പ്രശ്നങ്ങൾ വരാം. പക്ഷേ ഈ പറയുന്ന പഴയ റബ്ബർ പന്ത് മറ്റേ ഇത് വെച്ച് ഞെക്കണം ഫോൺ മേടിച്ചിട്ടേക്കണ എത്ര എണ്ണമെന്ന് അറിയാമോ? 8 കൊല്ലത്തേക്കുള്ള മേടിച്ചിട്ടാണ്. അപ്പോൾ ഇതിൻ്റെ പുറകിൽ ഇത്തരത്തിൽ ആളുകളെ പറ്റിച്ചുകൊണ്ടുള്ള പടിയാണ് നടത്തുക. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് കൃത്യമായി എഫക്റ്റീവ്ലി എഫിഷ്യൻ്റായി യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ജനത്തിൻ്റെ വരുമാനം കൂട്ടിക്കൊടുക്കുകയും അവരെ ഇതിനകത്തേക്ക് പ്രാപ്തരാകാൻ വേണ്ട എക്യുപ്ഡ് ആക്കുകയും വേണ്ട കാര്യങ്ങളാണ് ചെയ്യേണ്ടത്. അത് ചെയ്യാതെ നിങ്ങൾക്ക് ഞങ്ങൾ എന്ത് ചെയ്യുന്നു? മനസ്സിലായി? ഇപ്പം ഞാനൊരു ഉദാഹരണം താങ്കളോട് പറയാം. ഒരു മതത്തിൽ എല്ലാ ഞായറാഴ്ചയും ക്ലാസ് കൊടുക്കുന്ന ഒരു പരിപാടിയുണ്ട്. ഞാനിപ്പോൾ ഏതാന്ന് പറയുന്നില്ല, ഒരു മതത്തിൽ. അപ്പോൾ അവർ ചെയ്യുന്നതെന്ന് വെച്ചാൽ എല്ലാ മതത്തിലും കുട്ടികൾ ക്ലാസ്സിൽ വരണം. അങ്ങനെ വരുന്നവർക്ക് 1000 രൂപയുടെ കിറ്റ് കൊടുക്കണ്ടേ. പക്ഷെ അപ്പോൾ ഒരു പ്രശ്നമുണ്ട്. എന്താ കാര്യം എന്നറിയോ? 8 മുതൽ 12ാം ക്ലാസ് വരെ പഠിക്കുന്ന ഒരു കുട്ടിയും ആ കാര്യത്തിലുള്ള ആ സ്ഥലത്ത് വരുന്ന കുട്ടികൾ, ആരാധനാലയത്തിൽ വരുന്ന കുട്ടികൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? അവർക്ക് എൻട്രൻസ് കോച്ചിങ്ങോ ബാക്കിയുള്ള ക്ലാസ്സുകൾക്കോ പോകാൻ പറ്റില്ല. അപ്പം ഞാൻ അവിടുത്തെ മതത്തിൻ്റെ തന്നെ ഏറ്റവും മുതിർന്ന ആളോട് ഞാൻ പറഞ്ഞു, നിങ്ങൾ ഈ ചെയ്യുന്നത് തെറ്റാണ്. നിങ്ങളവരെ എന്നെന്നും 1000 രൂപ മേടിക്കേണ്ട ആളുകളാക്കി വെച്ചുകൊണ്ടിരിക്കുകയാണ് ചെയ്യണത്. നിങ്ങൾ ചെയ്യേണ്ടത് എന്താ? അവരുടെ കുട്ടികൾ കുറേ കൂടി പഠിച്ച് നല്ല ലെവലിലേക്ക് എത്തട്ടെ. അങ്ങനെ ഈ 1000 രൂപ വേണ്ട എന്ന് വെക്കാവുന്ന ലെവലിലേക്ക് അവർ എത്തട്ടെ. പക്ഷെ ഇത് പറഞ്ഞ് മനസ്സിലാക്കാൻ കുറച്ച് പടിയാണ്. പ്രജിതയെ ഞാൻ മീൻ പിടിക്കാൻ പഠിപ്പിക്കാം എന്ന് പറയാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അതേസമയം പ്രജിതക്ക് എല്ലാ ദിവസവും ഞാൻ 50 രൂപ തരുമെന്ന് പറയാൻ എളുപ്പമാണ്. ഏതാനോടായിരിക്കും പ്രജിതക്ക് ഇഷ്ടമെന്ന് ചോദിച്ചാൽ 50 രൂപ തരുന്ന ആളുകളോടായിരിക്കും. നമ്മുടെ നാട്ടിൽ വീട്ടിലൊക്കെ ഉണ്ടത്. അതായത് വല്ലപ്പോഴും ഗൾഫിൽ നിന്ന് വന്നിട്ട് പോകുന്ന, വിദേശത്ത് നിന്ന് വന്നിട്ട് പോകുന്ന അമ്മാവനോട് പിള്ളേർക്ക് ഒരു സ്നേഹം ഉണ്ടാവും. കാരണം വെച്ചാൽ അയാൾ കൊണ്ടുവന്ന് ഒരു ചോക്ലേറ്റ് കൊടുക്കും. പക്ഷേ എല്ലാ ദിവസവും ഭക്ഷണം മേടിച്ചു കൊടുക്കുന്ന ഒരാളോട് വലിയ താല്പര്യം, ഫാദറിനോടും മദറിനോടും ഇത് എന്ത് എന്നുള്ള ചിന്തയുണ്ടാവും. പ്രജിതർക്ക് അത് അനുഭവിക്കുന്നുണ്ടാവും. എന്ന് പറഞ്ഞാൽ ഒക്കെ പുറത്തു പോയി കഴിക്കാം എന്ന് പറയുമ്പോൾ എന്താണ് അവർക്ക് വലിയ താല്പര്യമുണ്ട്. പക്ഷേ എല്ലാ ദിവസവും മേടിച്ചു. പക്ഷെ അതില്ലെങ്കിൽ മറ്റത് ഉണ്ടാവില്ല എന്ന് മനസ്സിലാക്കാനുള്ള ബുദ്ധി ജനാധിപത്യ രാജ്യത്തിൽ പലപ്പോഴും ആളുകൾക്കില്ല എന്നുള്ളതാണ് വാസ്തവം. പക്ഷെ ഇവർ നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കും, നിങ്ങൾ പ്രബുദ്ധരാണ്, ഞങ്ങൾ നിങ്ങളെ പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ്, പക്ഷെ നിങ്ങൾ പ്രബുദ്ധരാണ്.